ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലക്ഷ്യം കണ്ട് അതിരപ്പിള്ളി ആന ദൗത്യം. കാട്ടുകൊമ്പനെ കോടനാടിലെത്തിച്ച ചികിത്സ തുടങ്ങി. അവസാനം വരെ വീഴാതെ ചേർത്തുപിടിച്ച ഏഴാറ്റുമുഖം ഗണപതി. താമരവെള്ളച്ചാലിൽ 60കാരനെ കാട്ടാന ചവിട്ടിക്കുന്നു. പുതിയ വിവാദത്തിന് തിരികൊളുത്തി ശശി തരൂർ. ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന്റെ ക്ഷണക്കത്തേറ്റുവാങ്ങി. ആശംസ നേർന്നുവെന്നും തിരക്ക് മൂലം എത്താനാവില്ലെന്നും അറിയിച്ചതായി ഡിവൈഎഫ്ഐ. തരൂരിനെതിരായ സ്വരം മയപ്പെടുത്തി കോൺഗ്രസ്. പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് മുസ്ലിം ലീഗ്. അനധികൃത കുടിയേറ്റത്തിൽ നിലപാട് കടുപ്പിച്ച അമേരിക്ക. കൈയിലും കാലിലും ചങ്ങലയിട്ട് വിമാനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഗംഭീരമെന്ന ഇലോൺ മസ്ക്. കൂടുതൽ ഇന്ത്യക്കാരെ മടക്കി അയക്കാൻ നീക്കം. സംസ്ഥാനത്ത് പുതിയ മദ്യനയം വൈകും. മാസാദ്യത്തെ ഡ്രൈ ഡേ പിൻവലിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ പരിഗണിക്കുന്നത് മന്ത്രിസഭ മാറ്റിവെച്ചു. കള്ളുഷാപ്പിന്റെ ദൂരപരിധിയിൽ വ്യക്തത വേണമെന്ന് സിപിഐഎം ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിൽ സിപിഐക്ക് അതൃപ്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ. പാപ്പയ്ക്ക് പ്രാർത്ഥനയോടെ വിശ്വാസി ലോകം. ആശുപത്രിക്ക് മുന്നിലേക്ക് ആയിരങ്ങൾ. ചാമ്പ്യൻസ് ട്രോഫി ആരവത്തിൽ ക്രിക്കറ്റ് ലോകം. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ന്യൂസിലാൻഡ് ഭേദപ്പെട്ട നിലയിൽ. ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം നാളെ ദുബൈയിൽ. രഞ്ജിയിൽ കേരളത്തിനെതിരെ ഗുജറാത്തിന് മികച്ച തുടക്കം. നാല് മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിന് ഒടുവിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് ആനയെ അനിമൽ ആംബുലൻസിൽ കോടനാട്ടേക്ക് എത്തിച്ചത്. രാവിലെ 5:30ഓടെയാണ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം വനത്തിൽ പ്രവേശിച്ചത്. 4 ഡോക്ടർമാരും വനപാലകരുമടക്കം 120 പേരടങ്ങുന്ന സംഘം. വനത്തിൽ പ്രവേശിച്ച ദൗത്യ സംഘം ആദ്യം കണ്ടത് പുഴ മുറിച്ചു കടക്കുന്ന മറ്റൊരു ആനക്കൂട്ടത്തെ. 6:30ഓടെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഏഴാറ്റുമുഖം ഗണപതി എന്ന മറ്റൊരു കാട്ടുകൊമ്പനൊപ്പമായിരുന്നു സഞ്ചാരം. 7:13 ആനയെ മയക്കുവെടി വെച്ചു. ഒരു റൗണ്ട് മയക്കുവെടി അതിന് നൽകിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ആന അവിടെ നിൽക്കുകയാണ്. മറ്റാനയും അതിന് കൂടെയുണ്ട്. അപ്പോഴും മുറിവേറ്റ കൊമ്പന്റെ സമീപത്തു നിന്ന് മാറാതെ ഏഴാറ്റുമുഖം ഗണപതി ചേർത്തു പിടിച്ചു. ഏഴ് 27 ആന മയങ്ങി വീണു. സമീപത്തു നിന്നും മാറാതെ നിന്ന ഗണപതിയെ തുരത്താൻ ആകാശത്തേക്ക് വനപാലകർ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു. ശബ്ദം കേട്ട് ഭയന്ന ഗണപതി കാട്ടിലേക്ക്. 7:30 ദൗത്യസംഘം മയങ്ങി വീണ കൊമ്പനരികിൽ. പിന്നാലെ സുരേന്ദ്രൻ, വിക്രം, കുഞ്ചു എന്നീ കുങ്കിയാനകളും. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം 3 കുങ്കിയാനകളെയും ഉപയോഗിച്ച് കാട്ടാനയെ ഉയർത്താൻ ശ്രമം തുടങ്ങി. മയക്കത്തിനിടയിലും ലോറിയിൽ കയറ്റുന്നത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു കാട്ടാന.
9:05 കാട്ടാന എനിമൽ ആംബുലൻസിൽ. ഒൻപത് 26 ആനയുമായി അനിമൽ ആംബുലൻസ് കോടനാട്ടേക്ക്. കെ പി ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മയക്കുവെടിവെച്ച് പിടികൂടി കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടാനയുടെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു. പ്രത്യേകം സജ്ജമാക്കിയ കുട്ടിലിലേക്ക് മാറ്റിയ ശേഷമാണ് ചികിത്സ ആരംഭിച്ചത്. മസ്തകത്തിലെ മുറിവ് 1 അടിയോളം ആഴമുള്ളതാണ് എന്നും 1.5 മാസം തുടർച്ചയായി ചികിത്സ വേണ്ടിവരും എന്നും ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. കോടനാട്ട് എത്തിച്ച ആനയുടെ ചികിത്സയടക്കം ഉള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആനയെ കുളിപ്പിക്കുന്നു. അതിന് സ്ഥിരമായി വെള്ളമൊഴിച്ച് അതിന്റെ മുറിവും മറ്റും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ്. നേരത്തെ ഡോക്ടർ അരുൺ സക്കറി അടക്കം പറഞ്ഞതുപോലെ 1 അടിയോളം ആഴത്തിലേക്ക് അതിന്റെ ആ മുറിവ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ആ ചികിത്സാ നടപടികളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ അതിന് നൽകേണ്ടി വരുമെന്നാണ് ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞത്. മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ്. അതിന്റെ പഴുപ്പുണ്ട്, അതിന്റെ സെപ്റ്റിസീമിയ എന്ന കണ്ടീഷനുണ്ട് ആനയ്ക്കുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള ചികിത്സ അടക്കമുള്ള നടപടികളും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായിട്ട് പറയുന്നു. 1.5 മാസവും കൃത്യമായൊരു മോണിറ്ററിംഗ് ഇതിന്റെ കാര്യത്തിലുണ്ടാകും. ആരോഗ്യാവസ്ഥ സംബന്ധിയായ കാര്യങ്ങളിൽ ഉണ്ടാകും. ആനയുടെ മയക്കം വിട്ട് തുടങ്ങുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശുഭസൂചകമായാണ് ഈ ചികിത്സാ സംഘം കണക്കാക്കുന്നത്. കാരണം അത് മരുന്നുകളോടും കാര്യങ്ങളോടുമെല്ലാം കൃത്യമായി പ്രതികരിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് വൈകാതെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘവും പറയുന്നത്. ചികിത്സിക്കണം എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ ആനയെ പിടിച്ചത്. അപ്പോൾ ആ ചികിത്സ എത്രത്തോളം പോകുമെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പക്ഷെ അത് തുടരുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. അത്യന്തം ദുഷ്കരമായ ഒരു ദൌത്യമാണ് വനം വകുപ്പ് അടക്കം ചേർന്ന് പൂർത്തീകരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ദൌത്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആശങ്കകൾ നിരവധിയായിരുന്നു. പ്രത്യേകിച്ച് മയക്കുപിടിയേറ്റ കൊമ്പന് സമീപം മറ്റൊരു കൊമ്പൻ കൂടി നിലയുറപ്പിച്ചതെല്ലാം തന്നെ ആശങ്കയ്ക്ക് ഇട നൽകിയിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വനം വകുപ്പിന് ഈ ദൌത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും ആശ്വാസകരം. കോടനാട് നിന്ന് ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മുറിവേറ്റ ആനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൌത്യത്തിനിടെ സൗഹൃദത്തിന്റെ അപൂർവ നിമിഷങ്ങൾക്ക് മധുരപ്പിള്ളി സാക്ഷിയായി. മയക്കുവെടിയേറ്റ കൊമ്പനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തിയ ഏഴാറ്റുമുഖം ഗണപതിയാണ് ആ താരം. ആ മയക്കുവെടി ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ എന്ന് കാട്ടുകൊമ്പന്മാർക്കറിയില്ലല്ലോ. എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, കൂടെയുണ്ട്. ഈ നിമിഷങ്ങൾ മനുഷ്യഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. മുറിവേറ്റ ആന ഇന്ന് വനം വകുപ്പിന്റെ ദൌത്യസംഘത്തിന്റെയും മാധ്യമങ്ങളുടെയും ദൃശ്യപരിധിയിലേക്ക് വന്നപ്പോൾ മുതൽ നാട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയും കൂടെയുണ്ടായിരുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ എന്ന പോലെ പെട്ടെന്നാണ് മയക്കുവെടിയേറ്റത്. ആദ്യം മസ്തകം ചേർത്ത് വെച്ച് കൂടെ നിന്നു. പിന്നെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. താഴെ വീഴാതിരിക്കാൻ ചേർത്ത് നിർത്തിയെങ്കിലും വെടിയേറ്റ ആന പതിയെ കുഴഞ്ഞു വീണു. വെടിയൊച്ചയും വലിയ ശബ്ദവും ഉണ്ടാക്കി കാട്ടിലേക്ക് തിരികെ ഓടിക്കുന്നതുവരെ കൂട്ടുകാരന് കാവൽ നിന്നു ഗണപതി.
മനുഷ്യനേക്കാൾ ശക്തമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സാമൂഹ്യ ജീവിയാണ് ആനയെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മൾ മനുഷ്യർക്ക് മുന്നിൽ അപൂർവമായേ പ്രകടമാക്കാറുള്ളൂ. ജൈവബന്ധത്തിന്റെ അത്തരമൊരു അസാധാരണ നിമിഷമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃശൂർ താമര വെള്ളച്ചാലിൽ 60കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെയാണ് പ്രഭാകരൻ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. തൃശൂർ താമരവെള്ളച്ചാലിൽ പീച്ചി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 കിലോമീറ്റർ ഉൾവനത്തിൽ കരടിപ്പാറ തോണിക്കലിലാണ് സംഭവം. പാണഞ്ചേരി 14-ാം വാർഡിലെ താമരവെള്ളച്ചാൽ സങ്കേതത്തിലെ മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. പുന്നക്കായ പെറുക്കാൻ വനത്തിൽ പോയതാണ് പ്രഭാകരനും മരുമകൻ സുരേന്ദ്രനും. സുരേന്ദ്രനാണ് ആദ്യം കാട്ടാനക്ക് മുന്നിൽപ്പെട്ടത്. സുരേന്ദ്രൻ ഓടിമാറി. പക്ഷേ പ്രഭാകരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ അടിയേറ്റ് വീണ പ്രഭാകരനെ ചവിട്ടി കൊലപ്പെടുത്തി. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണിത്. താമരവെള്ളച്ചാലിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പീച്ചി ഡാമിന്റെ റിസർവോയറിനോട് ചേർന്ന പ്രദേശം കൂടിയാണിത്. മീൻ പിടിച്ചും വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ് താമരവെള്ളച്ചാലിൽ ആദിവാസികളുടെ ഉപജീവനം. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 തൃശൂർ. വേനൽ കടുക്കുന്നതോടെ സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. മലയോര മേഖലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും കാട്ടുപന്നികളുടെ വലിയ ആക്രമണം ആണ് ഉണ്ടാകുന്നത്. കോഴിക്കോട് നരിക്കുനിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീട്ടിന്റെ വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന പാലങ്ങാട് സ്വദേശി സലീമിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത്. ഇത് കണ്ട സലീം പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറിയതിനാൽ അപകടം ഒഴിവായി. ആലപ്പുഴ മാന്നാറിൽ കാട്ടുപന്നി കുറുകെ ചാടി സൈക്കിൾ യാത്രികർക്കാണ് പരുക്കുപറ്റിയത്. കുട്ടമ്പേരൂർ സ്വദേശി രാജേഷ്, മകൻ അജയകൃഷ്ണൻ എന്നിവർക്കാണ് പരുക്ക്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. പരുക്കേറ്റവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിപ്പാട് വീയപുരത്തും കാട്ടുപന്നി ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം കായംകുളത്തും കാട്ടുപന്നി കൃഷിയിടത്തിലെത്തിയിരുന്നു. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ UKG വിദ്യാർത്ഥിനിക്കും അമ്മയ്ക്കും കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. മുതുകുരിശി കനാൽ നീന്തിക്കടന്നെത്തിയ പന്നി ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. വേനൽ കടുക്കുന്നതോടെ നാട്ടിലെ വന്യമൃഗശല്യം രൂക്ഷമാകുമെന്നാണ് ആശങ്ക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. DYFI സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ ഏറ്റുവാങ്ങി ശശി തരൂർ. പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം തരൂർ നിരസിച്ചുവെങ്കിലും പരിപാടിക്ക് ആശംസകൾ നേർന്നു എന്ന് DYFI നേതൃത്വം അവകാശപ്പെടുന്നു. അതേസമയം പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ DYFI നീക്കത്തെ തന്ത്രപരമായിട്ടാണ് കോൺഗ്രസ് നേരിടുന്നത്. കോൺഗ്രസിൽ തരൂറുണ്ടാക്കിയ ആശയക്കുഴപ്പത്തെ പരമാവധി മുതലെടുക്കുകയാണ് DYFIയുടെ തന്ത്രം. മാവസോ എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിന് ക്ഷണം. ഡൽഹിയിലെ വസതിയിൽ നേരിട്ടെത്തിയാണ് DYFI നേതാക്കൾ ക്ഷണിച്ചത്. പോസ്റ്റർ ഏറ്റുവാങ്ങിയ തരൂർ DYFI നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കാനും നിന്നുകൊടുത്തു. പരിപാടിയിൽ പങ്കെടുക്കാൻ അസൗകര്യമറിയിച്ച തരൂർ ഫെസ്റ്റിവലിന് ആശംസകൾ നേർന്നെന്ന് DYFI നേതൃത്വം. നേരത്തെ എത്തിപ്പോയ 1-2 പരിപാടികളുണ്ട്, അപ്പൊ അതിന് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ പരിപാടിയോട് ഒരു മുഖം തിരിച്ചിരുന്ന സമീപനമല്ല ഞങ്ങളുണ്ട് കാണിച്ചത്. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ലേഖനത്തിന് പിന്നാലെ DYFI നേതാക്കൾക്കൊപ്പമുള്ള ചിത്രവും പുറത്തുവന്നു. സ്വാഭാവികമായും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാവണം. പക്ഷേ തന്ത്രപരമായി നീങ്ങാനാണ് കോൺഗ്രസിലെ ധാരണ. സെറ്റിൽ ചെയ്യാൻ എന്താ പോലെ യുദ്ധമുണ്ടോ? ഒരു യുദ്ധവും ഇല്ലല്ലോ. ഒരു പ്രസ്താവന നടത്തിയതിന്റെ അകത്ത് ഒരു നേരിയ ഒരു പ്രശ്നം വന്നപ്പോ അത് അവിടെ സപ്രസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അത് അദ്ദേഹം പോകുന്നില്ല, അതിനെപ്പറ്റി ബേജാറൊന്നും. ഇന്നലെ ഡൽഹിയിൽ തരൂർ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ വിവാദത്തെ കരുതലോടെ നേരിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ധാരണ. തരൂരിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നതിന് പകരം സർക്കാരിന്റെ കണക്കുകളെ ചോദ്യം ചെയ്യും. തരൂർ വിവാദം കൂടുതൽ നഷ്ടമുണ്ടാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കാട്ടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂരിന്റെ ലേഖന വിവാദം അടഞ്ഞ അധ്യായമെന്ന് കെ മുരളീധരൻ. ലേഖനം പാർട്ടി തള്ളിയതാണ് എന്നും പരസ്യമായ രീതിയിലുള്ള പ്രതിഷേധം പാടില്ല എന്നും മുരളീധരൻ പറഞ്ഞു. ശശി തരൂർ വിവാദത്തിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത മുന്നണിയെ ബാധിക്കും. പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന വികാരമാണ് ലീഗിനുള്ളത്. ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയാകും. വ്യക്തിപരമായ വിഷയങ്ങൾ പറയുന്നില്ല എന്നായിരുന്നു ശശി തരൂരിന്റെ നിലപാടിനെ പറ്റിയുള്ള ചോദ്യത്തിന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി.
അതേസമയം ശശി തരൂർ വിവാദം കോൺഗ്രസ് പരിഹരിക്കും എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. UDF ആണ് കേരളത്തിലെ വ്യവസായ സാധ്യതകൾ തുറന്നിട്ടത്. കോൺഗ്രസ് എന്ത് സാഹചര്യത്തിലും വിജയത്തിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PK കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ടൂറിസം മേഖലയിൽ ഇളവുകളും കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയും സംബന്ധിച്ച വ്യവസ്ഥകളിൽ മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മദ്യനയം പരിഗണിക്കുന്നത് മന്ത്രിസഭ മാറ്റിവെച്ചു. ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായ നിലയിൽ കൂടുതൽ മാറ്റങ്ങൾ വേണമെന്ന് P. രാജീവും മുഹമ്മദ് റിയാസും മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ ആയിരുന്നു റവന്യൂ മന്ത്രി K. രാജന്റെ ആശങ്ക. മന്ത്രിമാർ ആശങ്ക ഉന്നയിച്ചതോടെയാണ് അങ്ങനെയെങ്കിൽ മദ്യനയത്തിൽ കൂടുതൽ ചർച്ചകൾ ആകട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്ത ശേഷം ഭേദഗതികളോടെ നയം വീണ്ടും പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രിയെ അറിയിക്കുകയായിരുന്നു. ടൂറിസം മേഖലകളിലെ ഹോട്ടലുകളിൽ സീസണിൽ പ്രത്യേക ലൈസൻസിലൂടെ ബിയറും വൈനും വിതരണം ചെയ്യാൻ നിലവിൽ വ്യവസ്ഥയുണ്ട്. കൺവെൻഷനുകൾക്കും കോൺഫറൻസുകൾക്കും വരുന്നവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താമായിരുന്നു. ഇതിനു പുറമെയുള്ള ചില ഇളവുകൾ കൂടി വേണമെന്ന ആവശ്യമാണ് ടൂറിസം മന്ത്രിക്ക്. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിന് അനുഗുണമായ തരത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് വ്യവസായ മന്ത്രി P. രാജീവും നിലപാടെടുത്തു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിലും സ്റ്റാർ ഹോട്ടലുകളിൽ കള്ളുചെത്തുന്നതിന് നൽകിയ അനുമതിയിലും കൂടുതൽ വ്യക്തത വേണമെന്നായിരുന്നു റവന്യൂ മന്ത്രി K. രാജന്റെ ആവശ്യം. 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കാൻ നേരത്തെ എക്സൈസ് വകുപ്പ് ആലോചിച്ചെങ്കിലും CPM ഇതിന് അനുമതി നൽകിയിട്ടില്ല. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുന്ന സർക്കാർ PSC അംഗങ്ങളുടെ ശമ്പളത്തിൽ വൻ വർധനവ് വരുത്തിയിരിക്കുന്നു. ചെയർമാന്റെ ശമ്പളം 1,08,539 രൂപയും അംഗങ്ങളുടേത് 1,22,004 രൂപയും ആയാണ് വർദ്ധിപ്പിച്ചത്. ജില്ലാ ജഡ്ജിമാരുടേതിന് സമാനമായാണ് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം മന്ത്രിസഭായോഗം കൂട്ടിയത്. 10,000 രൂപയിൽ താഴെ ഓണറേറിയം വാങ്ങുന്ന ആശാവർക്കർമാർ 10 ദിവസത്തിലേറെ രാപകൽ സമരം ചെയ്യുന്നത് ഓണറേറിയം 21,000 രൂപയെ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ കണക്കു പറഞ്ഞ് കൈമലർത്തുന്ന ധനവകുപ്പിന് ലക്ഷങ്ങൾ ശമ്പളമാകുന്ന PSC അംഗങ്ങൾക്ക് ഇനിയും വാരിക്കോരി നൽകാൻ ഒരു മടിയും ഉണ്ടായില്ല. പൊരിവെയിലിൽ ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ അടിയന്തര തീരുമാനമായി മന്ത്രിസഭ കൈക്കൊണ്ടത് PSC അംഗങ്ങളുടെ ശമ്പള വർധനയാണ്. 2.25 ലക്ഷത്തോളം രൂപ ശമ്പളം ലഭിക്കുന്ന PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പുതിയ വർധനയോടെ 3.8 ലക്ഷത്തിലേക്ക് എത്തും. നിലവിൽ 2,58,000 രൂപയാണ് PSC അംഗത്തിന്റെ ശമ്പളം. ചെയർമാന്റേത് 2,79,000 രൂപയും. മന്ത്രിസഭാ തീരുമാനം നടപ്പാകുന്നതോടെ PSC അംഗങ്ങളുടെ ശമ്പളം 3,80,207 രൂപയായി ഉയരും. ചെയർമാന്റേത് 3,87,873. PSC അംഗങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ 1,22,004 രൂപ ഓരോ മാസവും അധികം കിട്ടും. ചെയർമാന് 1,08,359 രൂപയും. കൂടാതെ എല്ലാ വർഷവും സേവനകാലത്തിനനുസരിച്ച് ശമ്പളം പിന്നെയും കൂടും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും മന്ത്രിസഭ അത് അംഗീകരിച്ചില്ല. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലിലാണ് അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയത്. മറ്റു സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിയാണ് ശമ്പള പരിഷ്കരണമെന്നാണ് സർക്കാർ വാദം. ചെയർമാനടക്കം 21 അംഗങ്ങളാണ് PSCയിലുള്ളത്. ഇതിൽ നിലവിൽ ഒരു ഒഴിവുണ്ട്. ശമ്പള വർധനയിലൂടെ സർക്കാരിനുണ്ടാകുന്നത് കോടികളുടെ അധിക ബാധ്യത. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ആശാവർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘടനാ പ്രതിനിധികളുമായി ഫെബ്രുവരി 6 നടത്തിയ ചർച്ചയിലെ പ്രധാന ആവശ്യമാണ് നടപ്പിലാക്കിയത് എന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ശൈലി ആപ്ലിക്കേഷനിലെ OTP സംവിധാനം നിർത്തലാക്കാൻ ഹെൽത്തിന് നിർദ്ദേശം നൽകി. അനുവദിച്ച 3 മാസത്തെ ഓണറേറിയവും ഇന്നു മുതൽ വിതരണം ചെയ്യും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വയനാട് ചൂരൽമലയിൽ പൂർണ്ണമായും തകർന്ന പാലം പുനർനിർമ്മിക്കും. 35 കോടിയുടെ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ റോഡിലേക്ക് എത്തുന്ന രീതിയിൽ ആണ് പാലം പണിയുക. ഇനിയൊരു അപകടം ഉണ്ടായാൽ അതിജീവിക്കാൻ ശേഷിയുള്ള വിധത്തിലായിരിക്കും പാലത്തിന്റെ നിർമ്മിതി. വെള്ളത്തിൽ തൂണുകൾ ഉണ്ടാകില്ല. ഇരുകരകളിലും ആകും പാലത്തിന്റെ അടിസ്ഥാനം. കഴിഞ്ഞ വർഷം ജൂലൈ 30 ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ പാലം ഒലിച്ചുപോയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ ഗുരുതരമായി തുടരുകയാണ്. ബ്രോങ്കൈറ്റിസ് ബാധിച്ച് 5 ദിവസമായി റോമിലെ ജെമില്ലി ആശുപത്രിയിൽ ചികിത്സയിലാണ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി വത്തിക്കാൻ അറിയിച്ചു. ഇതേ തുടർന്ന് പോപ്പിന്റെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികൾ എല്ലാം റദ്ദാക്കി. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങളാണ് പ്രാർത്ഥനകളുമായി തടിച്ചുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അനധികൃത കുടിയേറ്റക്കാരോടുള്ള സമീപനത്തിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കിയ അമേരിക്ക ആളുകളെ വിലങ്ങുവെച്ച് വിമാനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ ട്രംപിന്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടു. വൻ ഇറക്കുമതി ചുങ്കം ഈടാക്കുന്ന ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി തുടങ്ങുന്നതിനെ ഡൊണാൾഡ് ട്രംപ് ഇന്ന് പരസ്യമായി രംഗത്തു വരികയും ചെയ്തു. ചങ്ങലകളുടെ കൂട്ടം, ആളുകളെ വിലങ്ങു വെക്കുന്ന ഉദ്യോഗസ്ഥൻ, കാലും കൈയും ബന്ധിക്കപ്പെട്ട് വിമാനത്തിലേക്ക് കയറുന്ന മനുഷ്യർ. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട 40 സെക്കൻഡ് ദൃശ്യങ്ങളിൽ ഇതൊക്കെയാണ്. വല്ലവനുമൊക്കെ രാജ്യത്ത് കടന്നുകൂടിയാൽ ഇതായിരിക്കും വിധിയെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ആളുകളെ ചങ്ങലക്കിട്ട് കയറ്റി അയക്കുന്നതിനെതിരെ ഇന്ത്യയിലടക്കം പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ ട്രംപിന്റെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത്. ചങ്ങലക്കിട്ട് തന്നെയായിരിക്കും നാട് കടത്തുക എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അമേരിക്ക. അന്യഗ്രഹ ജീവികൾ എന്നർത്ഥം വരുന്ന ഏലിയൻ എന്ന വാക്കാണ് ദൃശ്യങ്ങൾക്ക് അടിക്കുറിപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്. സമാന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കങ്ങളിൽ ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ള ഹിന്ദി വാക്ക് ഖുസ്ബൈഠിയ എന്നാണ്. അതുപോലെ കുടിയേറ്റക്കാർക്കുള്ള പുതിയ വിശേഷണമായി ഏലിയനും മാറും. ഇന്ത്യൻ വിപണിയിലേക്ക് ടെസ്ല കാറുകളുമായി എത്താൻ അവസരം കാത്തിരിക്കുന്ന ഇലോൺ മസ്കും അവസരം പാഴാക്കിയില്ല. ഗംഭീരമെന്ന അടിക്കുറിപ്പോടെ ദൃശ്യങ്ങൾ പങ്കുവച്ചു. ഇതിനോടകം ഏതാണ്ട് 10 കോടി ആളുകൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. 100% ഇറക്കുമതി തീരുവ ഈടാക്കുന്ന ഇന്ത്യയിൽ എന്തിനാണ് ടെസ്ല കമ്പനി ഫാക്ടറി തുടങ്ങുന്നതെന്ന് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചു. ഇന്ത്യക്ക് ഇത് ഗുണകരമായിരിക്കും, പക്ഷേ അമേരിക്കയ്ക്ക് അത് അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ധനസഹായം വെട്ടിക്കുറച്ചതിനെയും ട്രംപ് ന്യായീകരിച്ചു. ഇന്ത്യക്ക് എന്തിനാണ് ഇത്രയും പണമെന്നായിരുന്നു ചോദ്യം. And $21 million for voter turnout in India. Well, why are we giving $21 million to India? They got a lot of money. They're one of the highest taxing countries in the world in terms of us. We can hardly get in there because their tariffs are so high. We're giving $21 million for voter turnout. It's voter turnout in India. News Desk, News 18. ഡൽഹി മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. 7 മണിക്കാണ് BJP നിയമസഭാ കക്ഷി യോഗം. കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുക. പർവേഷ് വർമ്മ, വിജേന്ദർ ഗുപ്ത, രേഖ ഗുപ്ത, ആശിഷ് സൂദ്, സതീഷ് ഉപാധ്യായ്, ശിഖ റായ് തുടങ്ങിയവരാണ് പരിഗണനയിൽ ഉള്ളത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് BJP സർക്കാർ അധികാരമേൽക്കുക. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ രാംലീല മൈതാനിയിൽ അവസാന ഘട്ടത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, BJP മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 30,000 പേർ ചടങ്ങിനെത്തുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാർ ചുമതലയേറ്റു. 9 മണിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എത്തിയാണ് ചുമതലയേറ്റത്. രാഷ്ട്ര നിർമ്മാണത്തിന്റെ ആദ്യപടി വോട്ടാണ് എന്നും 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും ജ്ഞാനേഷ് കുമാർ അഭ്യർത്ഥിച്ചു. 2029 ജനുവരി 26 വരെയാണ് ജ്ഞാനേഷ് കുമാറിന്റെ കാലാവധി. കോഴിക്കോട് എരഞ്ചിപ്പാലം ഹോളി ക്രോസ് കോളേജിലും റാഗിംഗ് പരാതി. കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയ 1ാം വർഷ വിദ്യാർത്ഥിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. 6 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 14-നാണ് 1ാം വർഷ BBA വിദ്യാർത്ഥി ഒളവണ്ണ സ്വദേശി വിഷ്ണു റാഗിങ്ങിന് ഇരയായത്. 3ാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, ഗൗതം എന്നിവർക്കൊപ്പം മറ്റ് 4 വിദ്യാർത്ഥികൾ കൂടി ചേർന്നാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ തലയ്ക്കും കാലിനും പരിക്കേറ്റു. കോളേജിലെ ആർട്സ് ഡേ ആഘോഷങ്ങൾക്ക് വിഷ്ണു കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയതാണ് സീനിയർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. കൂളിംഗ് ഗ്ലാസ് അഴിച്ചുമാറ്റിയ ശേഷം വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കോളേജിൽ ആദ്യമായാണ് റാഗിംഗ് പരാതി ഉയരുന്നതെന്നും പരാതി ലഭിച്ച ഉടൻ തന്നെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും കോളേജ് അധികൃതർ അറിയിച്ചു. ആന്റി റാഗിംഗ് കമ്മിറ്റി നമ്മളെ CCTVയുടെ ഫുട്ടേജ് എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു. അപ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. കുട്ടികളിപ്പോൾ ക്യാമ്പസിലില്ല. വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയം റാഗിംഗ് കേസിലെ പ്രതികളായ 5 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി. പ്രതികളെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 3ാം വർഷ വിദ്യാർത്ഥികളായ സാമുവേൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവരാണ് കേസിലെ പ്രതികൾ.
നിലപാട് മാറ്റി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര കുറ്റസമ്മത മൊഴി നൽകാൻ തയ്യാറല്ല എന്ന് ചെന്താമര പറഞ്ഞു. അഭിഭാഷകനെ കണ്ട ശേഷമാണ് നിലപാട് മാറ്റം. ഇരട്ടക്കൊലക്കേസിൽ നിന്നും തനിക്ക് രക്ഷപ്പെടണം എന്നില്ല. കുറ്റസമ്മതം നടത്തിയാലുള്ള ഭവിഷ്യത്ത് എന്താണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കിയെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ ജേക്കബ് മാത്യു പ്രതികരിച്ചു. പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ച് വിചാരണ നേരിടും. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് പാലക്കാട് CJM കോടതിയാണ് രഹസ്യമൊഴിയെടുക്കാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നത്. മലപ്പുറം അരീക്കോട് ഞെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനാണ് കേസ്. സെവൻസ് ഗ്രൗണ്ടിൽ ഇത്തരം ആഘോഷങ്ങൾ വേണോ എന്ന ചോദ്യവും കഴിഞ്ഞ ദിവസത്തെ അപകടം ഉയർത്തുന്നുണ്ട്. മലപ്പുറം അരീക്കോടിനടുത്ത് തെരട്ടമ്മലിൽ നടന്ന സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെയാണ് അപകടമുണ്ടായത്. ഫൈനൽ മത്സരത്തിനായി യുണൈറ്റഡ് FC നെല്ലിക്കുത്ത്, KMG മാവൂർ എന്നീ ടീമുകൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുൻപായിരുന്നു കരിമരുന്ന് പ്രയോഗം. ചൈനീസ് പാക്കറ്റ് കതിരകളാണ് വെടിക്കെട്ടിന് ഉപയോഗിച്ചിരുന്നത്. പൊട്ടിക്കൊണ്ടിരിക്കെ ഈ പാക്കറ്റ് ചെരിഞ്ഞതാണ് അപകട കാരണം. ആകാശത്തേക്ക് ഉയർന്നുപോയി പൊട്ടേണ്ട കതിരകൾ കാണികൾക്കിടയിലേക്ക് വീണു. 40-ലധികം പേർക്ക് പരിക്കുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന് സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് സംഘാടകർ അറിയിച്ചിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. സെവൻസ് മൈതാനങ്ങളിലെ ഇത്തരം ആഘോഷങ്ങൾ നിയന്ത്രിക്കേണ്ടതാണെന്ന അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. സംഘാടകർ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് ശക്തമായി ഉയരുന്നത്. താരതമ്യേന ചെറിയ മൈതാനങ്ങളാണ് സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഒരുക്കുക. വെടിക്കെട്ട് പോലെയുള്ള ആഘോഷങ്ങൾ മൈതാനത്തിന് അകത്ത് വെച്ച് തന്നെ നടത്തുമ്പോൾ അപകട സാധ്യത ഏറുകയാണ്. സെവൻസ് ഫുട്ബോളിന്റെ തലസ്ഥാനമായ മലപ്പുറം ജില്ലയിൽ അതുകൊണ്ട് തന്നെ അരീക്കോടുണ്ടായ അപകടം ഒരു മുന്നറിയിപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. മദ്യപിക്കാനെത്തിയ ആളോട് ബാർ ജീവനക്കാരന്റെ ക്രൂരത. മദ്യത്തിന്റെ അളവ് ചോദ്യം ചെയ്തതിന് ബാറിൽ എത്തിയ ആളെ ജീവനക്കാരൻ മർദ്ദിച്ചു. പുതുതായി തുടങ്ങിയ വെമ്പള്ളിയിലെ ഏകചക്ര ബാറിൽ ആണ് സംഭവം. ബാർ ജീവനക്കാരൻ കുമരകം സ്വദേശി ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉദ്ഘാടന ദിവസം തന്നെയാണ് അക്രമം ഉണ്ടായത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്തിന്റെ മറുപടിയും ശക്തം. അതിവേഗം റൺസ് നേടി ലീഡിന് ശ്രമിക്കുന്ന ഗുജറാത്ത് മൂന്നാം ദിനം കളി അവസാനിച്ചപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറി നേടിയ പ്രിയങ്ക് പാഞ്ചലും അർദ്ധ സെഞ്ചുറി നേടിയ ആര്യ ദേശായിയുടെയും കൂട്ടുകെട്ടാണ് ഗുജറാത്തിനെ ശക്തമായ നിലയിൽ എത്തിച്ചത്. 117 റൺസുമായി പ്രിയങ്ക് പഞ്ചാലും 30 റൺസ് എടുത്ത മനൻ ഹിൻഗ്രജിയുമാണ് ഇപ്പോൾ ക്രീസിൽ. ആദ്യ ഇന്നിംഗ്സിൽ കേരളം 457 റൺസിന് പുറത്തായിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാനെതിരെ ന്യൂസിലാൻഡിന് മികച്ച സ്കോർ. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 48.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 299 റൺസ് എടുത്തിട്ടുണ്ട്. സെഞ്ചുറി നേടിയ വിൽ യങ്ങിന്റെയും ടോം ലാത്തിന്റെയും പ്രകടനത്തിന്റെ കരുത്തിലാണ് കിവീസ് മികച്ച സ്കോറിലേക്ക് എത്തിയിട്ടുള്ളത്. അവസാന ഓവറുകളിൽ അർദ്ധ സെഞ്ചുറി നേടി ഗ്ലെൻ ഫിലിപ്സും കിവീസിനായി തകർത്തടിച്ചു. പാകിസ്ഥാനായി നസീം ഷാ 2 വിക്കറ്റുകൾ വീഴ്ത്തി.